ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചത്തിനടുക്കൽ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് സ്വസ്ഥാനങ്ങളിലേക്ക് പിൻവാങ്ങുന്ന വൈകാരികത മുറ്റിയ നിമിഷങ്ങൾക്കാണ് ഞാൻ നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. അതിനുശേഷം സാവധാനം നടന്നു കയറുന്നത് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്കാണ്. അവിടെ നിന്നാണ് ഇനി വിലാപയാത്രയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും വിക്ടർ ഇമ്മാനുവൽ റോഡ് വഴി വെനീസ് ചത്വരം വഴിയായി റോമൻ ഫോറവും കടന്ന് ക്രൈസ്തവ പീഡനത്തിന്റെ നടുക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നൽകുന്ന കൊളോസിയവും കടന്ന് ലാബിക്കാന റോഡ് വഴി മെറുളാന റോഡ് വഴി മാർപ്പാപ്പയുടെ ശവമഞ്ചവുമായി അദ്ദേഹത്തെ അടക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്ര എത്തിച്ചേരുക. ഒരു കാര്യം ഞാൻ പ്രത്യേകം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വത്തിക്കാനു പുറത്ത് അടക്കപ്പെടുന്ന ഏതാനും ചില മാർപ്പാപ്പമാരിൽ ഒരാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടും. മേരി മജോറെ ബസിലിക്കയിൽ ഇതുവരെയും 7 മാർപ്പാപ്പമാരെയാണ് ചരിത്രത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത്. 8ാമത്തെ മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ സെയിന്റ് മേരി മജോറെ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളും. അതിനു വേണ്ടിയിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള വിലാപയാത്രയുടെ ആരംഭ ദൃശ്യങ്ങളാണ് നാം എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവമഞ്ചം വഹിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ശവമഞ്ചത്തിന്റെ 2 വശത്തും വന്നു നിന്ന് ആദരപൂർവം അദ്ദേഹത്തിന്റെ ശവമഞ്ചം തോളിലേറ്റിക്കൊണ്ട് 4 കിലോമീറ്ററോളം ദൂരെ വത്തിക്കാൻ ചത്തുരത്തിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്തു നിന്നും വത്തിക്കാനു പുറത്ത് റോമിൽ, ഇറ്റലി എന്ന രാജ്യത്തിനകത്തുള്ള റോമിൽ സെയിന്റ് മേരി മജോറെ ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കൊരുക്കമായി കൈകളിൽ മാർപ്പാപ്പയുടെ ശവമഞ്ചം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവർ, കരഘോഷത്തോടെ മാർപ്പാപ്പയ്ക്ക് യാത്ര നൽകുന്ന വിശ്വാസി സമൂഹം. എത്രമാത്രം മനോഹരമായ കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേരി മജോറെ ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾ തീർത്തും ലളിതവും അതോടൊപ്പം തന്നെ സ്വകാര്യവുമായ ചടങ്ങാണ്. വത്തിക്കാൻ നമ്മെ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് കേവലം 50 പേർക്ക് മാത്രമാണ് സെയിന്റ് മേരി മജോറെ ബസിലിക്കയിൽ പ്രവേശനമുണ്ടാകുക. അതിൻ്റെ വാതിൽക്കൽ സെയിന്റ് മേരി മജോറെ ബസിലിക്കയുടെ കവാടത്തിങ്കലേക്ക് വിലാപയാത്ര എത്തിച്ചേരുമ്പോൾ അവിടെ മാർപ്പാപ്പയെ സ്വീകരിക്കാനായി മാർപ്പാപ്പ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്ന പാവങ്ങളുടെയും ദരിദ്രരായ മനുഷ്യർ, ജയിൽ വിമോചിതരായി വന്നിരിക്കുന്ന കുറ്റവാളികളായി ഒരുപക്ഷെ കണക്കാക്കപ്പെട്ടിരുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവർ, യാചകർ എന്നിവരുടെയൊക്കെ പ്രതിനിധികളാണ് വെള്ളപ്പൂക്കൾ വിതറിക്കൊണ്ട് മാർപ്പാപ്പയുടെ ശവമഞ്ചത്തെ സെയിന്റ് മേരി മജോറെ ബസിലിക്കയിലേക്ക് വരവേൽക്കുകയെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, ജനസാഗരമായി ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്കിടയിലൂടെ 4 കിലോമീറ്ററോളം ദൂരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചവും ഏറ്റിക്കൊണ്ടുപോകുക. ഗ്രാസിയെ ഫ്രാൻസെസ്കോ എഴുതിയിരിക്കുന്ന വലിയൊരു കൂറ്റൻ ബാനർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഗ്രാസിയെ ഫ്രാൻസെസ്കോ എന്ന് പറഞ്ഞാൽ താങ്ക് യു ഫ്രാൻസിസ് എന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലുകയാണ്. വിശ്വാസി സമൂഹം വിട ചൊല്ലുന്നു. കത്തോലിക്ക സഭ അതിൻ്റെ ആദരവർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വലിയ ഇടയന് വിട ചൊല്ലുന്നു. ഓഡിയോ പാദ്രേ എന്നെഴുതിയിരിക്കുന്നു. ഓഡിയോ നമുക്കെല്ലാവർക്കും അറിയാം, ഫെയർവെൽ
യാത്രയാക്കുന്നു പിതാവേ എന്ന് എഴുതിയിരിക്കുന്ന വലിയ ബാനറുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ കാണാനായി സാധിക്കും. ഇപ്രകാരം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടുള്ള പൊതുദർശനം അവസാനിപ്പിച്ച് ഇന്നലെ രാത്രി 8 മണിക്ക് ഇറ്റാലിയൻ സമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള പെട്ടിയിലാക്കി സീല് വെച്ചതിനു ശേഷം ഇന്ന് രാവിലെ 10 മണിക്ക് വത്തിക്കാൻ ചത്തുരത്തിൽ ആരംഭിച്ച കർദിനാൾ തിരുസംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കത്തോലിക്ക തിരുസഭയുടെ രാജകുമാരന്മാരെന്നറിയപ്പെടുന്ന കർദിനാളന്മാരുടെയും വ്യക്തിസഭകളുടെ തലവന്മാരായുള്ള പാത്രിയാർക്കീസുമാരുടെയും മേജർ ആർച്ച് ബിഷപ്പുമാരുടെയും സഭയിലെ മെത്രാപ്പോലീത്താമാരുടെയും മെത്രാന്മാരുടെയും പ്രതിനിധികളായി എത്തിച്ചേർന്നിരിക്കുന്നവരും വൈദികരുടെയും സന്യസ്തരുടെയും പ്രതിനിധികളായി എത്തിച്ചേർന്നിരിക്കുന്നവരും ദശലക്ഷക്കണക്കിന് വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്വദേശീയരും വിദേശീയരുമായ ഇന്ത്യയിൽ നിന്ന് തന്നെയും ഒത്തിരിയേറെ വ്യക്തികൾ വത്തിക്കാനിൽ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. മലയാളികളായ അനേകം പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഗുഡ് ബൈ പറയാനായി, യാത്രയേകാനായി, നിത്യതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാം. മൊസൈക്ക് തറയിലൂടെ എത്ര മനോഹരമായ വർണ്ണശബളമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. മൊസൈക്ക് തറയിൽ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും കൊണ്ട് അദ്ദേഹത്തിനെ അന്ത്യവിശ്രമമരുളാനുള്ള മേരി മജോറെ ബസിലിക്കയിലേക്കുള്ള യാത്രയ്ക്കായി കർദിനാളന്മാരെല്ലാവരും 2 നിരയായി നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴിയേകുന്ന വളരെ മനോഹരമായ കണ്ണുകൾക്ക് നയനാനന്ദം നൽകുന്ന ദൃശ്യങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഗുഡ് ബൈ ഫ്രാൻസിസ്കോ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഓരോരുത്തരും. ഓഡിയോ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നുണ്ട്, ഗ്രാസിയെ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് മാത്രം, അദ്ദേഹത്തെ വെച്ചിരിക്കുന്ന ആ പെട്ടിയിലേക്ക് മാത്രമാണ് കണ്ണുകളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. നീ ഒരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒരു മഹാനായ വിശുദ്ധനായ മനുഷ്യന് അന്തിമയാത്ര ചൊല്ലാൻ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും കണ്ണും കാതും കൂർപ്പിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്ന ഈ വിശുദ്ധ നിമിഷങ്ങളിലേക്കാണ്.